നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന പോസിറ്റീവ് എനർജി ഉണ്ടാകണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഉണ്ടാവും അല്ലേ. ഈ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കൂടെ ഈ കൈനോട്ടക്കാർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കൈനോട്ടം, മുഖലക്ഷണം പറിച്ചിൽ, കാർഡ് തത്തേനെ കൊണ്ട് കിളിനെ കൊണ്ട് ഇങ്ങനെ ഭാവി പറയണവർ ഒക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ അവർ വന്നിരുന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇത്ര പേരുണ്ട്, ചേട്ടന്മാർ ഇത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇത്ര മക്കളുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതത്തോടെ നോക്കി ഇത് ശരിയാണല്ലോ എന്ന് ഓർക്കും. അപ്പം ഞാനിങ്ങനെ പണ്ട് ഓർക്കുന്നുണ്ട്, ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞപ്പോൾ അച്ഛൻ പറയണത് അതൊക്കെ അവരടുത്തൊക്കെ താമസിച്ചിട്ട് അവർ നമ്മുടെ വീട്ടിലെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറയണതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയം, ഇത് കള്ളത്തരമാണല്ലോ, അപ്പോൾ അവർ ഇങ്ങനെ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ പറയണത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇവരെങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ അറിയണേ, നമ്മൾ ഓരോ വീടുകാരെക്കുറിച്ച് എങ്ങനെ അറിയണേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. എങ്ങനെയാണോ എനിക്കറിയത്തില്ല. പക്ഷേ ഇവർ നമ്മളെ വീട്ടിലുള്ളവരെക്കുറിച്ച് നമുക്ക് ഇത്ര വീട്ടിലെ ആണുങ്ങളുണ്ടെന്നോ ഇത്ര പെണ്ണുങ്ങളുണ്ടെന്നോ ഒക്കെ അവർ പറയില്ലായിരുന്നോ? ഈ കൈനോട്ടക്കാർ മുഖലക്ഷണം പറച്ചില, കിളീനെ കൊണ്ട് ചീട്ടെടുപ്പിക്കണത് ഒക്കെ ഇല്ലേ, ഈ തത്തേനെ ഇങ്ങനെ പിടിച്ചോണ്ട് വന്ന്. ഇപ്പം അവരൊന്നുമില്ല അല്ലേ. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെ ഒരു കൂട്ടർ നമ്മുടെ വീടിൻ്റെ ഇതിൽ വന്നു. അപ്പം അവരുടെ കെട്ടിയന്മാർക്ക് തന്നെ പണിയെന്ന് വെച്ചിട്ടുണ്ട് അല്ലേ, ഈ ചൂല് ഇല്ലേ, പലയടിക്കുന്ന ചൂലിൻ്റെ കച്ചവടമാണ്. ഈ നീളമുള്ള PVC പൈപ്പ് കെട്ടിയിട്ടുള്ള ചൂലുകൾ. ഈ സ്ത്രീകളിങ്ങനെ ഈ കൈനോട്ടമായിട്ട് 2 സ്ത്രീകളാണ് നടക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ. പക്ഷേ അവരിങ്ങനെ വന്നേച്ചാൽ എന്നോട് പറഞ്ഞു മുഖലക്ഷണം പറയാം, അടുത്ത് തന്നെ ഒരു സംഭവം നടക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ ഒരു പൊടി പ്ലാനിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, പൊക്കെ മുഖലക്ഷണമൊന്നും വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞു, കയറുവാമ്പിളി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് തന്നെയല്ലേ ഇപ്പോൾ ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാനും പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇവർ കാര്യം പറഞ്ഞ് ഇവർ സത്യസന്ധരായിരിക്കാം, പക്ഷേ നമ്മളെങ്ങനെ വിശ്വസിച്ച് ഇവർ അടുത്തിരുന്ന് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ തന്നെയൊക്കെ ഉള്ളപ്പോൾ പാടാതെ. അപ്പം അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എങ്ങനെയാണെങ്കിലും ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, നമ്മളെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പം ഇല്ലേ, അത് തന്നെയായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ എന്ന് ഞാൻ ഓർത്തു. കാരണം നമ്മളെക്കുറിച്ച് അവരിങ്ങനെ നമുക്ക് നല്ലത് വരും, നമ്മുടെ ഭാവി ഇങ്ങനെയായിരിക്കും, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് ചിലരുണ്ട്. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇന്ന വഴിപാട് അമ്പലത്തിലേക്ക് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന ഇത് നേർച്ച കൊണ്ട് പള്ളിയിലിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ രീതികളനുസരിച്ച്, അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ടായിരിക്കും മുമ്പത്തെ ഗുരുവായൂരപ്പൻ്റെയോ അല്ലെങ്കിൽ ഈശോപ്പൻ്റെയോ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അവർ അങ്ങോട്ട് ഇടാനാന്ന് പറഞ്ഞ് പൈസയൊക്കെ മേടിക്കാറുമുണ്ട് അല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടിരുന്ന് വെച്ച് പറഞ്ഞു, ഈ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് ഭയങ്കര ദോഷമുള്ളതാണ്, വലിയൊരു അപകടം വരാൻ പോകാത്തായിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഏതോ ഒരു അമ്പലത്തിൻ്റെ പളനിയാന്ന് തോന്നുന്നു, പളനിയിലേക്ക് എന്തോ ഒരു പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 50 രൂപ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പൈസ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു 50 രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവർ കൊണ്ടുപോയി ചായ കുടിച്ചോട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർക്കും, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോഴത്തേനും ഈ വീട്ടിലുള്ളവർക്ക് ഓർക്കും, ഇതന്നെ ഇതിങ്ങനെ പറയുന്ന ഓർത്തുകൊണ്ട് നമ്മളും ഇങ്ങനെ ഇരിക്കൂല, പേടി. മറ്റുള്ളവരെയൊക്കെ നല്ലത് പറയുകയും ചെയ്തു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അന്നൊരു ടെൻഷൻ നമുക്കുള്ളിൽ, ശരി, ഇത് നേരാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, കുറേ ദിവസത്തേനും നമ്മുടെ മനസ്സിലാകാതിരിക്കും ഇല്ലേ. എന്നിട്ട് അവർ ആ പൈസയും കൊണ്ട് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ വന്നിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എനർജി കൂടുതലുണ്ടല്ലേ, നമുക്കൊരു സന്തോഷം കൂടുതൽ കിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞൊന്നും ആയിരിക്കില്ല, ചുമ്മാ ഇരുന്ന് പറയണമായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും ഇല്ലേ. എന്ത് കാര്യം പറയുമ്പോഴും അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് സംസാരിച്ചാൽ എന്ത് നല്ലതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരാൾ വന്നിരുന്ന് നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ പറയുകയെന്ന് വെച്ചു, അപ്പോൾ നമ്മളത് കേട്ടോണ്ടിരുന്നിട്ട് നമ്മളും ഇങ്ങനെ അവരോട് നിങ്ങൾക്ക് നല്ലത് വരാനിരിക്കുമോ, അല്ലെ നിങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിലെത്തില്ലേ, അല്ലെങ്കിൽ മക്കളൊക്കെ അങ്ങനെ ആവില്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്കൊരു പോസിറ്റീവ്. പിന്നെ നമ്മളെ തളർന്നിരിക്കുന്നെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് പറയുക, നിനക്ക് സാധിക്കും, നിനക്കല്ലേ സാധിക്കുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും സാധിക്കുമോ, നിനക്ക് ഇത്രയൊക്കെ എത്താൻ സാധിച്ചില്ലേ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് മന്ത്രമല്ലേ അല്ലേ. നമുക്ക് സാധിക്കും എന്ന് പറയുന്നത്. ഞാനപ്പം ഇങ്ങനെ ഓർത്തു, ഇത് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ തന്നെ
ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറയാം, നമുക്ക് സാധിക്കുന്നേ. ചിലർ കടബാധ്യതയൊക്കെയാ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് മക്കൾക്കൊക്കെ ഒന്നും പൈസ ഒന്നും അടയ്ക്കാൻ സാധിക്കുന്നില്ല, അതും ഞങ്ങളുടെ തലയിൽ വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുണ്ട്, അസുഖങ്ങളാ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കണം നമുക്ക് സാധിക്കും, നമ്മളെടുത്തതല്ലേ. നമ്മളെടുക്കാത്ത ലോണല്ലല്ലോ നമുക്ക് വന്നത്, നമ്മളെടുക്കാത്ത കടബാധ്യതയൊന്നും നമ്മുടെ പേരിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പം നമുക്കത് സാധിക്കും, എനിക്കത് അടയ്ക്കാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്യുക, നമ്മൾ സത്യസന്ധരായിരിക്കണം. നമ്മൾ പൈസ മേടിച്ചെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ സത്യസന്ധരായിരിക്കണം. അതേപോലെ നമ്മളത് വീട്ടാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കള്ളത്തരം കാണിക്കരുത്, ഗാംബ്ലിങ് അതേപോലുള്ളതൊന്നും ചെന്ന് പെടാതെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടേതായ രീതിയിൽ ജോലി ചെയ്ത് അത് വീട്ടാൻ ശ്രമിക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ കള്ളം പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ആണെങ്കിൽ പിടിക്കപ്പെടും അല്ലേ. അങ്ങനെയുള്ള സത്യസന്ധതയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ഞാനത് പറയാം, എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ളവരുടെ സമയത്തേക്കാളും ഇന്നത്തെ കുട്ടികളാണ് കുറച്ചുകൂടെ ആത്മാർത്ഥത ഉള്ളവരെന്ന് എനിക്ക് ചില സമയം തോന്നാറുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾ പലരും അവനവൻ്റെ പണികൾ ചെയ്ത് ജീവിക്കാൻ സന്നദ്ധരാണ്. ഇപ്പോൾ കാറ്ററിങ്ങിനും ആണെങ്കിലും, അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസി വർക്ക് ചെയ്യണം, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യണം, ഒക്കെ MBAയും ഡിഗ്രിയും ഒക്കെ പഠിക്കുന്ന നല്ല വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്നിട്ട് ഇടയ്ക്കൊരു തുച്ഛമായ പൈസയ്ക്ക് കൊണ്ട് 1 ദിവസം 2 ദിവസത്തേക്കും വന്ന് ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവധി ദിവസങ്ങളിൽ. ഞാനൊരു പെട്രോൾ അടിക്കുന്ന പമ്പിൽ ജോലി ചെയ്യുന്നൊരു പയ്യനെ കണ്ടു കഴിഞ്ഞപ്പം അവൻ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന് പഠിക്കാൻ കാരണമായത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ സമയം അച്ഛനെയും അമ്മേനും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അവൻ അവിടെ പമ്പിൽ വന്ന് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന പയ്യന്മാരും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. ഈ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പം നമ്മുടെ കാലത്തൊക്കെ അതൊക്കെ ആക്ഷേപമായിട്ടിരുന്ന സമയമല്ലേ. എന്ത് ചെയ്യാനും ആക്ഷേപം, നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, എല്ലാവരെയും ബോധിപ്പിച്ചിട്ടൊട്ടും ജീവിക്കുകയില്ല, ഇങ്ങനെ കുത്തിപ്പിടിച്ച് വീട്ടിലിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടും നടക്കും. അയ്യോ, അതല്ല അടുത്ത വീട്ടിൽ നിന്ന് എത്തിയൊരു നോട്ടവും കൂടെ, അടുത്ത വീട്ടിലെ ചേച്ചിയായിരിക്കും എത്തി നോക്കിയിട്ട് പറയും, എന്നാടി അവൻ ഒരു പണിയും ചെയ്യുന്നില്ല അല്ലേ, അവളങ്ങനെ ചെയ്യുന്നില്ല അല്ലേ, ഇവളിങ്ങനെ ചെയ്യുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മരുമകളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മരുമകനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് മറുപടി പറയും, അവിടുന്ന് കുറച്ച് ഡോസ് ഇങ്ങോട്ട് കിട്ടും, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചിട്ട് കൊടുക്കും. ഇതല്ലേ നമ്മുടെ കാലത്തുണ്ടായിരുന്നത്. ഇന്നത്തെ പിള്ളേർക്ക് അതിനൊന്നും സമയമില്ല കേട്ടോ. ഇന്നത്തെ പിള്ളേർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസൻ്റാണ്. ആകെ മൊത്തം ഇച്ചിരി കുഴപ്പമുള്ള മൊബൈലിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ആരുടെയും കാര്യം അന്വേഷിക്കാൻ പിള്ളേർ ഇപ്പോൾ പോകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മളെന്ത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന അതനുസരിച്ച് അവരുടെ മനസ്സിലത് കിടക്കുന്നത്. മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് മക്കളുടെ സ്വഭാവങ്ങളും ഇല്ലേ. അതായത് അവരെക്കുറിച്ചും അല്ലെങ്കിൽ സഹോദരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെക്കുറിച്ചൊക്കെ നമ്മളെന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മളെന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അത് അവരുടെ മനസ്സിൽ കിടക്കും. അതവർ മക്കൾ തിരുത്തില്ല. നമ്മുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ ക്ഷമ കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു. ഇനിയുള്ള പിള്ളേരൊന്നും അങ്ങനെയൊന്നും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഇന്നത്തെ കാലത്തില്ലല്ലോ, അയലോക്കംകാർ മതിലിൻ്റെ മുകളിൽ കയറുന്ന വെച്ചാൽ ചോദിക്കുകയാണ്, മരുമകൾ എണീറ്റില്ലേ, ഇത്രയും സമയമായിട്ട് എണീറ്റില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവർക്കൊരു പണിയില്ലാണ്ട് കിടക്കുമായിരിക്കും. ഇന്നത്തെ അങ്ങനെ അന്വേഷിക്കുന്നവരുണ്ട്. ഇന്ന് ആരുമില്ല, അവനവൻ്റെ കാര്യം നോക്കി എന്തെങ്കിലും പണിക്ക് പോകുന്ന സ്ത്രീകളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാക്കുക. അല്ലാണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല, മറ്റുള്ളവർക്ക് അതൊന്നുമില്ല. ആർക്കും മറ്റുള്ളവരെ കണ്ട് ജീവിക്കാണ്ടിരിക്കുക. നമ്മളെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിൽ സംതൃപ്തരാകുക. നമുക്ക് ബെൻസില്ല അല്ലെങ്കിൽ BMW ഇല്ല എന്നല്ല ചിന്തിക്കേണ്ടത്, നമുക്കൊരു സ്കൂട്ടറെങ്കിലും ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിൽ നമ്മൾ സംതൃപ്തരായെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. അല്ലാതെ മറ്റുള്ളവരെ വീട്ടിലെ കല്യാണം നടത്തി അതുപോലെ എൻ്റെ വീട്ടിലായില്ല എന്നോർത്ത് ദുഃഖിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. നമുക്ക് വീട്ടിൽ നമുക്കനുസരിച്ചുള്ള ഒരു കല്യാണം 10 പേരെ വിളിക്കാൻ സാധിച്ചെങ്കിൽ അതിൽ സന്തോഷിക്കുക, അത് മതി. നമ്മൾ ബാധ്യതയിലേക്കായിപ്പോയാൽ ആരും കൂടെ കാണില്ല. ഈ പറയുന്ന അയലോക്കംകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ല എന്ന് വിചാരിക്കണം, നമ്മൾ മാത്രമേ കാണുള്ളൂ. അപ്പം നമ്മുടെ അതിനകത്ത് ചുരുങ്ങിക്കൂടാൻ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ആ കൂടാരത്തിൽ നമ്മൾ സംതൃപ്തരാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും.
പിന്നെ കടബാധ്യത എന്ന് പറയണോർത്തൊന്നും പേടിച്ചാരും ഇരിക്കണ്ട. നമുക്ക് പതുക്കെ പതുക്കെ വീട്ടാൻ വേണ്ടി സത്യസന്ധമായി ജോലി ചെയ്ത് നമ്മളത് വീട്ടിയെടുക്കുക. അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമുക്ക് ഒരു പണി അല്ലെങ്കിൽ വേറെ 2 പണികൾ കണ്ട് നമ്മൾ ഒരു ജോലി പോയി എന്ന് ഓർത്താരും വിഷമിക്കുകയൊന്നും വേണ്ട. ഇഷ്ടംപോലെ ജോലിയുണ്ട് ഈ നാട്ടിൽ. എന്ത് പണി ചെയ്യാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ജോലി നമുക്കുണ്ട്. ശമ്പളം ഇച്ചിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് ജോലി ചെയ്യാമല്ലോ, നമുക്ക് പട്ടിണിയില്ലാണ്ട് ജീവിക്കാമല്ലോ. അത് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം. അല്ലാതെ ഏത് സമയവും ഈ കരഞ്ഞ് അലഞ്ഞ് പിരിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ നമ്മൾ ഒരു കൈനോട്ടക്കാരി വിചാരിച്ചാൽ മതി. ഒരാൾ ചുമ്മാ ഇരുന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു പോസിറ്റീവ് എനർജി, ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും മനുഷ്യൻ്റെ മനസ്സിലേക്ക് വേണ്ട. ഒരു നിമിഷം മതി. ഒരാൾ ചുമ്മാ ഇരുന്ന് നമുക്ക് ഒരാളുടെ മനസ്സിൽ എന്താ പറയുക, സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും കഴിയും ഓരോരുത്തർക്കും. ഒരാൾ വന്നിരുന്ന് വെച്ച് ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തോരം പേരെ വിഷമിപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങ് പോകുന്ന വഴിക്ക് അങ്ങ് പറഞ്ഞേച്ചും കൂടെ പോകും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞേ, ഞാനതല്ല കേട്ടോ പറഞ്ഞേ എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വിഷം കൊണ്ട് കുത്തി വെച്ചിട്ട് അയ്യോ ഞാനിങ്ങനെ ഉദ്ദേശിച്ചല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കണം, നമ്മൾ എന്ത് വിതരണോ അതാണ് നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ടേ കഴിയുള്ളൂ എന്ന് നമ്മുടെ നെഞ്ചത്ത് തൊട്ട് പറയുക. നമുക്ക് സാധിച്ചിരിക്കും. അതൊരു മന്ത്രമായിട്ട് നമ്മൾ എടുക്കുക. നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. നമ്മളെ നന്നാക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മളെ നല്ല നിലയിലെത്താനും ഈ ലോകത്തുനിന്ന് പോകുമ്പം നമ്മുടേതായ ഒരു പേര് നിലനിർത്താനും നമുക്കേ സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കൾ പറയണം നമ്മളങ്ങനെ ആയിരുന്നു. ആർക്ക് ശല്യമില്ലാണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ ഭർത്താവിനാണേലും ഒക്കെ നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും നമ്മളെ കൊണ്ട് നരകമായിരുന്നു എന്ന് പറയണതല്ല ഏറ്റവും വലിയ പാട്. അയ്യോ എൻ്റെ പൊന്നെ, അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാട്ടോ ജീവിച്ച, അയാളെ കൊണ്ട് ഭയങ്കര ശല്യം, ആ മക്കളെ കൊണ്ട് അവർ നരകിച്ചതാണ് എന്നിങ്ങനെ പറയണേക്കായാലും ഭേദമല്ലേ നമ്മൾ സന്തോഷത്തോടെ ഉള്ള സമയം നല്ലതായിരുന്നു എന്ന് പറയാൻ. അതേപോലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.